ഹലോ ഗായ്സ്, മലയാളി കോഴി എന്ന ഗെയിമിംഗ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വീഡിയോയും കാര്യങ്ങളുമാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ പ്രോപ്പറായിട്ടൊരു വീഡിയോ ഇടുന്നത് ഫസ്റ്റാണ്. അപ്പം നമ്മൾ ഈ ഒരു ഇതിൽ ഇടാൻ ഉദ്ദേശിക്കുന്ന ആർക്കിൻ്റെ ഒരു സീരീസ് ഇടാൻ നോക്കുന്നുണ്ട്. അപ്പോൾ സീരീസ് ഇടുമ്പോൾ നമ്മൾ 2 സീരീസായിട്ട് ഇടാൻ പോകുന്നു. ഒന്ന് പുതിയ ടൈപ്പ് ആർക്കും, ഒന്ന് പഴയ ടൈപ്പ് ആർക്കും. ഇപ്പം നമ്മൾ മൊബൈലിൽ ഇറങ്ങിയിട്ടുള്ള പുതിയ എഡീഷൻ ആർക്കും നമ്മുടെ പഴയ ആർക്കും ആണ് ഞാൻ ഇവിടെ ഇടാൻ പോകുന്നത്. അതെന്തുകൊണ്ടാണ് എൻ്റെ ചോദിക്കരുത്, എനിക്കൊരു ഇഷ്ടം. അതുകൊണ്ട് പെറ്റ് ഇവനെങ്ങനെയും ആയിക്കോട്ടെ. നമ്മുടെ ക്യാരക്ടർ അങ്ങനെ ഉണ്ട്. കണ്ണൊക്കെ ചുമന്നിരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. കാണിച്ചു തരാം. കണ്ടോ, കണ്ണൊക്കെ ചുമന്ന് മുടിയൊക്കെ വെളുത്ത് സാത്താനപ്പം ഇരിപ്പുണ്ട്. എന്തായാലും നമുക്ക് അടിപൊളിയാക്കാം. ഇതിന് ഇത്രമാത്രം മുടിയാണ്. മുടി ഇത് മതി. ഓക്കെ, നമ്മൾ ഡൺ കൊടുക്കാൻ പോകണം. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഓക്കെ, എവിടെ സ്പോൺ ചെയ്യേണ്ടത്? എനിക്ക് ഇഷ്ടമുള്ള സ്ഥലവും കാര്യങ്ങളുമാണ്. വെസ്റ്റേൺ സോണ്, 2ാമത്തെ സോണാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് സ്പോൺ ആകാൻ പോവാണ്. സ്പോൺ ന്യൂ സെർവർ എന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഗായ്സ്, നമ്മുടെ തുടക്കം. ഇത് നമ്മുടെ തുടക്കത്തിൻ്റെ തുടക്കം അല്ലല്ലോ, തുടക്കം. പിന്നെ നിങ്ങൾക്ക് ഞാൻ അഡ്വൈസ് തരാം. നിങ്ങൾ ഈ ഒരു ഗെയിമും കാര്യങ്ങളും കളിക്കുവാണെങ്കിൽ നിങ്ങൾ മാക്സിമം ഏതെങ്കിലും എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് എപ്പോഴും സ്പോൺ ആകാൻ പറ്റുന്നതിൻ്റെ തൊട്ടടുത്തൊക്കെ ആയിട്ട് വേണം. ഇത് പഴയ ആർക്കായതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ അവർ തന്നെ നമ്മളെ പഠിപ്പിച്ചു തരും. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കളിക്കാം. അവന്മാർ 3 ലെവലൊക്കെ അവന്മാർ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്പ് ചെയ്ത് തരും. അത് നല്ല കാര്യമായതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. അത്യാവശ്യം ലാഭം കാര്യങ്ങളുണ്ട്. കാരണം ഞാൻ പറഞ്ഞ ലോ ഡിവൈസ് ഫോണാണ് ഇത്. അതൊരു വലിയ പ്രശ്നമാണ്. എന്തായാലും നമ്മൾ വുഡും കാര്യങ്ങളും കളക്ട് ചെയ്യണം. താച്ച് കളക്ട് ചെയ്യണം. നമുക്ക് ഈ സൈഡിലായിട്ട് കാണാതിരിക്കും. ഇവിടെ പോയി അവിടെയായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് തന്നെ വരുന്നത്. അടുത്തതായിട്ടൊന്നും കാണിക്കുന്നില്ല. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ചുമ്മാ ഇറങ്ങി നടക്കും, അത്രേ ഉള്ളൂ. നൈസ്. ബാഗിൻ്റെ അകത്ത് തന്നെ കാണിക്കുന്നത് കളക്ട് താച്ച് ഇനിയും വേണം ഗൈസ്. താച്ച് നമ്മൾ ഏതെങ്കിലും ഒരു ഇതിട്ട് പോയിട്ട് ഇങ്ങനെ മേടിച്ചുകൊണ്ടിരുന്നത്. സൈഡ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനിയും ക്രാഫ്റ്റ് സ്റ്റോൺ പിക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഇതാണ് നമ്മുടെ ക്രാഫ്റ്റിംഗ് ഏരിയ. ഇങ്ങനെ സൈഡിലാണ് നമ്മുടെ ഇൻവെൻട്രിയും കാര്യങ്ങളും എടുക്കേണ്ടത്. ഇൻവെൻട്രിയുടെ അകത്ത് ഇവിടെ ക്രാഫ്റ്റും എന്നിട്ട് ഇവിടെ തന്നെ ഇൻവെൻട്രി ഉണ്ട്. ഇതാണ് നമ്മുടെ കയ്യിരിക്കുന്ന സാധനങ്ങൾ. നമുക്കപ്പം ഫസ്റ്റ് ഐറ്റം ക്രാഫ്റ്റ് ചെയ്തേക്കാം. ഓർത്ത് വെച്ച ഗൈസ്, ഫസ്റ്റ് നമ്മളിത് ക്രാഫ്റ്റ് ചെയ്തത് എന്താണ്? സ്റ്റോൺ പിക്ക് വെപ്പൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഈ പാറയൊക്കെ പൊളിക്കുന്ന സാധനം. ഇനി അതെടുക്കണം ഗൈസ്. നിങ്ങൾ ഇൻവെൻട്രിയോട്ട് പോയിട്ട് ആ ഒരു സാധനത്തെ പഴയ ആർക്കിലാണ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കയ്യിലോട്ടിടാൻ പറ്റും. അതിനുശേഷം നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെയൊക്കെ കാണിക്കും. അപ്പോൾ അവിടുന്ന് എടുക്കാം. ഇങ്ങോട്ട് ഗൈസ്, ഇവിടെ ട്രൈക്ക് ഇപ്പോൾ ഉണ്ട്. ട്രൈക്കിനൊന്നും പേടിച്ചേക്കരുത്, വെറുതെ അടി മേടിക്കുന്നുള്ളൂ ഗൈസ്. അപ്പം നമ്മുടെ പാരസോറസ് ഇതിനെ നമുക്ക് ഗൈസ് ഫസ്റ്റ് അപ്ഡേറ്റും കാര്യങ്ങളും വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഫസ്റ്റ് അപ്ഡേറ്റ് നമുക്ക് എന്തൊക്കെ കൂട്ടണം ഗൈസ്? വെയിറ്റ് മുഖ്യമ്പിക്കലേ പിന്നെ ഫിസ്റ്റ് എടുക്കണമെന്നാണ് അവർ പറഞ്ഞത്. ഫിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാൻഡ് എടുക്കണമെന്നാണ്. പിന്നെ ബെറി കളക്ട് ചെയ്യണമെങ്കിൽ തന്നെ ഇങ്ങനത്തെ ചെടി ഉണ്ടായിരിക്കും അവിടെ എവിടെയെങ്കിലുമൊക്കെ. അപ്പോൾ അതിൻ്റെ അടുത്ത് പോയിട്ട് ജസ്റ്റ് കണ്ട് ഇങ്ങനെ എന്നാൽ മതി. ഇത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ശരിക്കും എൻ്റെ സത്യാവസ്ഥ പറയാം. ഞാൻ ഈ ഗെയിം കളിക്കാനുള്ള കാരണം, ഈ പഴയ ആർക്ക് കളിക്കാനുള്ള കാരണം, നമ്മൾ ഇത് 2 സീരീസ് ആയിട്ട് ഇടാമെന്ന് എനിക്കൊരു മോഹം വന്നിട്ടാണ്. എനിക്കിത് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോ ഡിവൈസ് ഫോണായതുകൊണ്ട്, ഈ ഫോൺ ഞാനിപ്പം കളിച്ചുകൊണ്ടിരിക്കുന്ന അത്യാവശ്യം ലോ ഡിവൈസ് ആണ്. അതുകൊണ്ട് ഇത്രയും ലാഗും കാര്യം അടിക്കുന്നത്. മറ്റേത് അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റും. മറ്റേ നല്ല ആർക്കുള്ളത്, അങ്ങനെ പുതിയ ആർക്കുള്ളത് ഇതിൽ. അപ്പം ഇതിൻ്റെ അകത്തെ ബഗ്സ് കുറേ ഉണ്ട്. അപ്പോൾ അവന്മാരതൊക്കെ എടുത്ത് കളഞ്ഞായിരുന്നു. അപ്പോൾ അതൊക്കെ വിചാരിച്ച് ഞാൻ കയറിയത്. അപ്പം ബഗ്സ് എടുത്ത് കളഞ്ഞേക്കുന്നു അവന്മാർ. ഞാൻ
ഇടയ്ക്ക് ചുമ്മാ വിളിച്ച് നോക്കിയായിരുന്നു. ഗൈസ് കുറച്ചുകൂടെ ബെറി വേണം. ഗൈസ് അതിനെ പോയി അടിച്ചാലോ? നിങ്ങൾ പോയി അടിക്കുക കേട്ടോ, എന്നിട്ട് ചത്തവിടെ ഇരിക്കുക. ഗൈസ് അതിനൊന്നും പോയി അടിച്ചേക്കരുത്, അതൊക്കെ ഭയങ്കര റിസ്ക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ്. അതിൻ്റെ ഒരൊറ്റ അടി മതി, നിങ്ങളൊക്കെ ചത്തു പോകും ഗൈസ്. ഇപ്പം എന്തായാലും നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പം ഇവിടെ നമുക്ക് പാരസോറസിനെ കാണാം. ഇതല്ലേ പാരസോറസ്? അതെ, പാരസോറസ് അല്ല, ഇവൻ്റെ പേരെന്നാണെന്നറിയാമോ ഗൈസ്? ഇവനാണ് പരേൻ അല്ലേ? പരേൻ, അതെ. അവൻ എന്നാ ചെയ്യുന്നതെന്ന് അവന് പോലും അറിയാൻ മേല, അങ്ങനത്തെ. നമുക്കെന്തായാലും ഏറ്റവും നല്ല കാര്യം പറയുക, കാടിനോടെടുത്ത് വീഡിയോ ഒക്കെ അടിക്കും. വലിയ റാപ്റ്ററൊന്നും ഇല്ലാത്ത കാടിനോടടുത്ത് പോകണം. അല്ലായിരുന്നെങ്കിൽ ഞാൻ പറയുന്നത് കേട്ടിട്ട് റാപ്റ്ററുള്ള വാനിൻ്റെ അകത്ത് കൊണ്ടുപോയി വീട് വെച്ചിട്ട് ഉള്ള പണിയില്ല. ഡബിൾ ടാപ്പ് ടു റിപ്പീറ്റ് അറ്റാക്ക്. ഓക്കെ ഇനിയും പറഞ്ഞേക്കാം, നമ്മൾ കുറച്ചു മുമ്പേ ഗാദർ ചെയ്ത ആ ബെറീസൊക്കെ ഇല്ലേ, അതൊക്കെ നമുക്കെടുത്ത് കഴിക്കണമെന്നാണ്. ഇതിനായി നിങ്ങൾ ഇൻവെൻട്രിയിലേക്ക് പോവുക, എന്നിട്ട് ആ ഫ്രൂട്ടിനെ ഇങ്ങനെ ഞെക്കുക. അപ്പം താഴെ ഈറ്റെന്ന് പറഞ്ഞ് ഇവിടെ കാണിക്കും, ഈറ്റ് ഡ്രോപ്പ്. അപ്പം നിങ്ങൾ ഈറ്റ് കൊടുക്കുക, ഡ്രോപ്പുകൾ കൊടുക്കരുത്. നിങ്ങളുടെ കയ്യിരിക്കുന്ന വുഡും താച്ചും എല്ലാ ബെറീസും എടുത്ത് കഴിക്കും. ഇനി ബ്ലാക്ക് കളർ ബെറിയും ഈ വൈറ്റ് കളർ ബെറിയും നിങ്ങൾ കഴിക്കരുത്, അത് കാരണം നിങ്ങൾക്ക് കുറേ പ്രശ്നങ്ങളുണ്ടാകും. പിന്നെ നിങ്ങൾ ഈ മെജോബെറി ഉണ്ടോ, ഈ മെജോബെറി ഇച്ചിരി ശേഖരിച്ച് വെക്കണം. അത് മാത്രം നിങ്ങൾ കഴിക്കാതിരിക്കണം, കാരണം ഇത് വെച്ച് നമുക്ക് ഒരാളെ ടൈം ചെയ്യാൻ പറ്റും. അത് ഫസ്റ്റ് ടൈമിങ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇച്ചിരി വെള്ളം കുടിക്കണം. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ സ്പൂണൊക്കെ എപ്പോഴും വെള്ളത്തിനോട് അടുത്ത് സ്പൂണാണ് ഏറ്റവും നല്ലത്. അതാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വെള്ളം കുടിക്കണമെന്ന് പറയുമ്പോഴത്തേക്കും നേരെ ഒന്ന് വെള്ളത്തിലോട്ടൊന്ന് അടിച്ചാൽ മതിയില്ലേ. വെള്ളം വന്ന് കണ്ടോ വെള്ളത്തിൽ ഇറങ്ങുമ്പോഴേ വെള്ളം ഫുള്ളായിക്കോളും. ഓക്കെ, നമുക്ക് അടുത്ത ഡെവലപ്പും കാര്യങ്ങളും വന്നിട്ടുണ്ട്, നമുക്ക് ചെയ്യാം. ഓക്കെ, അടുത്തത് നമുക്ക് വെയിറ്റിന് കൂട്ടണം. വേണ്ട ഗൈസ്, എപ്പോഴും വെയിറ്റിന് കൂട്ടിക്കഴിഞ്ഞാൽ കൊള്ളത്തില്ല. ഈ പ്രശ്നം ഞാൻ മൂവ്മെൻറ്റ് സ്പീഡ് കൂട്ടുവാണ്. ഗൈസ് മൂവ്മെൻറ്റ് സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. ഇതിൽ ഓടാൻ കഴിവാണ്. ലേൺ ക്യാമ്പ് ഫയർ. ഓക്കെ, ഇതിനായി നമുക്ക് ക്യാമ്പ് ഫയറും കാര്യങ്ങളും ഉണ്ടാക്കിയാണ് നമ്മൾ തങ്ങുന്നത്. ആദ്യത്തെ തങ്ങൽ നിങ്ങൾക്ക് ഇവിടെ ഓരോ ലെവലിലും എനിഗ്രാംസ് എന്ന് പറയുന്ന ഒരു പോയിൻ്റ് കിട്ടും. ആ പോയിൻറ്റ്സ് തൊട്ടാണ് വേണ്ടി ഇവിടെ കാണുന്ന ഈ ചെറുതായിട്ട് കാണുന്ന ഈ സാധനങ്ങളെല്ലാം അൺലോക്ക് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് വേണ്ടത് മാത്രം നിങ്ങൾ അൺലോക്ക് ചെയ്യണം. ബട്ട് എനിക്ക് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ എല്ലാം വേണം ഗൈസ്, അതുകൊണ്ട് ഞാൻ എല്ലാം അൺലോക്ക് ചെയ്യാൻ പോവുകയാണ്. എൻ്റെ അത്ര ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണ്ടതുണ്ട്, ഇവിടെ കുറേ സാധനങ്ങളുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് ഒറ്റടി ചെയ്യാൻ ഇച്ചിരി പാടായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ നമുക്ക് രണ്ടെണ്ണം ആക്കിയിട്ട് അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ ലെവൽ മൊത്തം കഴിയുമ്പോൾ ബോണസായിട്ട് എനിഗ്രാംസിന് കയറും, അപ്പോഴേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ഓപ്പൺ ക്രാഫ്റ്റിങ് കൊടുക്കാം ഗൈസ്. ഇവിടെ നമുക്ക് വേണ്ട ഷർട്ടും മുണ്ടും ഒക്കെ തയ്പ്പിക്കാം. എന്തായാലും ഞാൻ ഇപ്പം തന്നെ അങ്ങ് തയ്പ്പിച്ചേക്കാം. ഇതിനുള്ള ഇല്ലല്ലേ, എന്തായാലും അതൊക്കെ ഉണ്ടാക്കാം. ഓക്കെ, ഇനിയും നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സാധനം എടുക്കുക, അതിന് ശേഷം ഏതെങ്കിലും ഒരു മരത്തിൻ്റെ ചൂട്ടിൽ പോയി നിൽക്കുക, അല്ല മരത്തിനെ വെട്ടാൻ പോയി നിൽക്കുക. അതിനുശേഷം നമ്മളാണ് ഇങ്ങനെ അങ്ങോട്ട് ഡബിൾ ടാപ്പ് ചെയ്ത് ഈ ഒരു ആരോയിൽ അങ്ങോട്ട് നീക്കി പിടിച്ച് കഴിഞ്ഞാൽ മരമൊക്കെ വെട്ടിയിടും. ഇവിടെ കുറച്ച് ബെറീസും കാര്യങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് ഗാദർ ചെയ്യാം. എനിക്ക് ബെറീസ് വേണം, ബെറീസ് അല്ല ഗൈസ്, ഫൈബർ വേണം. ഫൈബർ ഉണ്ടെങ്കിൽ നമുക്ക് ഉടുപ്പുണ്ടാക്കാൻ പറ്റുള്ളൂ. നമുക്ക് ആദ്യമേ ഒരു ഉടുതുണിയൊക്കെ ഉണ്ടാക്കണ്ട ഗൈസ്. ഉടുതുണി ഇല്ലാതെ നടക്കുന്നവനെ എന്ന് വിളിക്കും. ക്യാമ്പ് ഫയറിനുള്ള സാധനങ്ങൾ കളക്ട് ചെയ്യാനാണ് അവർ ആദ്യമേ തന്നെ പറയുന്നത്. ചേച്ചി, ക്യാമ്പ് ഫയറിന് മുമ്പ് എനിക്ക് ഉടുപ്പ് സെറ്റാക്കണം, അല്ലെങ്കിൽ ഇവിടുത്തെ ഡൈനോസറൊക്കെ എന്നാ വിചാരിക്കും, പട്ടാപ്പകൽ ഉടുപ്പില്ലാതെ പോകുന്നവനെ എന്ന് വിളിക്കും. അതുകൊണ്ടാണ് ചേച്ചി ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്തായാലും നമ്മളിവിടെ എത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാമായിരിക്കും. ഓക്കെ, ഇപ്പം ചെക്കൻ അങ്ങോട്ട് ചുള്ളനാകാൻ പോവാണ്. കണ്ടോ, ജെട്ടിന്ന് മാറി സുന്ദരനായിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്തായിട്ട് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇതിൻ്റെ ആരോസും കാര്യങ്ങളൊക്കെ എടുക്കുക. ആരോസ് അല്ലല്ലോ, ബൈ എനിക്ക് തെറ്റിപ്പോയതാണ്. നിങ്ങളാദ്യമേ ഈ ക്യാമ്പ് ഫയറിനുള്ള സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യണം. ഞാൻ എന്തായാലും ഞെക്കി പിടിച്ച് അതിനെയൊക്കെ അടിച്ച് പൊളിക്കുകയാണ് മരങ്ങളൊക്കെ. ഈ ക്യാമ്പ് ഫയറിനുള്ള സാധനങ്ങളൊക്കെ വേണം. പിന്നെ നിങ്ങൾക്ക് ഒരു ആക്സ് ഉണ്ടാക്കണം. ഇതിനൊരു ചെറിയ ഇതുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്സ് വെച്ച് നിങ്ങൾ
തടിക്കൊരടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വുഡായിരിക്കും കൂടുതൽ കിട്ടാൻ പോകുന്നത്. അതേസമയം നിങ്ങൾ ഇത് മറ്റേ ഇപ്പം നമ്മൾ ഉണ്ടാക്കിയേക്കുന്ന കോടാലി അതിലെ ഈ സാധനം വെച്ചടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കിട്ടാൻ പോകുന്നത് മറ്റേ സാധനമായിരിക്കും. എന്നത് ഇല്ലേ പൈസ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും. ഫ്ലിൻ്റ് എന്ന് പറയുന്ന സാധനം കിട്ടും. ഫ്ലിൻ്റ് നമ്മുടെ ക്യാൻസർ ഉണ്ടാക്കാൻ ആവശ്യമുള്ളതാണ്. ഫ്ലിൻ്റ് കിട്ടുന്ന എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ നിങ്ങളുടെ സ്റ്റോൺ പിക്ക് എടുക്കുക. നമുക്ക് ഈ മൈൻക്രാഫ്റ്റ് കളിച്ച് ശീലം ഉള്ളതുകൊണ്ട് പിക്കാക്സ് എന്ന് വിളിക്കാം ഗൈസ്. ഓക്കെ, പിക്കാക്സ് എടുക്കുക. അതിനുശേഷം നിങ്ങൾ അത്യാവശ്യം ഒരു പാറ കണ്ടുപിടിക്കണം ഗൈസ്. പാറമട്ട ഇത് പാറയുടെ പാറമട്ട പാറ കണ്ടുപിടിക്കണം. പാറ ഗൈസ്, അവിടെ വെള്ളത്തിലൊരു പാറ ഇട്ടുണ്ട്. അത് പൊട്ടിക്കാൻ പറ്റുമെന്ന് എനിക്കറിയാൻ മേല. ചിലപ്പോൾ അതിൻ്റെ പൊക്കത്ത് കയറി കഴിഞ്ഞാൽ പൊട്ടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നിങ്ങൾക്ക് കണ്ട ഇവിടെ ഇങ്ങനെ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാടാൻ പറ്റും. നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങൾ ഇൻവെൻട്രി പോയിട്ട് ആക്കേണ്ട സാധനമാണ്. പിന്നെ ഇവിടെ സ്റ്റാമിനയുണ്ട്. സ്റ്റാമിന ഇടുന്നു കഴിഞ്ഞാൽ പിന്നെ ഓടാൻ പറ്റത്തില്ല, പിന്നെ നടക്കത്തുള്ളൂ നമ്മുടെ ആൾ. ഇനി അപകടം വരുമ്പോൾ ഇവന് സ്റ്റാമിന കുറയുന്ന ഇച്ചിരി പതിവുള്ള കാര്യമാണ്. അത് ഇവൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളൊരു കാര്യമാണ് ഗൈസ്. സ്റ്റാമിന തീരും, എന്നിട്ട് നമുക്ക് പണി വരും. പിന്നെ നമുക്ക് ഓടാൻ പറ്റത്തില്ലല്ലോ. നമ്മളെന്തായാലും ആ പാറ വലിഞ്ഞു കയറിയിട്ടുണ്ട്, വെള്ളം വഴിയാണെന്ന് പറഞ്ഞാലും. ഇനി നമുക്ക് ഇങ്ങനെ കുനിഞ്ഞ് നിന്നിട്ട് ഈ പാറ എടുക്കാവോ? ഈ പാറ എടുക്കാൻ പറ്റത്തില്ലേ? ഇതെടുക്കാൻ പറ്റുന്ന പാറയില്ലെന്ന് പറഞ്ഞു. സോറി, ഇത് പാറയില്ല കേട്ടോ. നിങ്ങളാരും ഇങ്ങോട്ട് വരരുത്, ഇത് പാറയില്ല. പിന്നെ ഈ വെള്ളത്തിൻ്റെ അകത്ത് കുറച്ച് ജന്തുക്കളുണ്ട്. ആ ജന്തുക്കളെ ഞാനിപ്പം കാണിച്ചു തരാം. എനിക്ക് ആ വറ്റകളെ ഒട്ടും ഇഷ്ടമില്ല. കാണിച്ചു തരാം. അതാണ്ട് കിടക്കുന്നു ഗൈസ്. അവിടെ കണ്ടോ ഗൈസ്? ഈ സാധനമല്ല ഇതല്ല അതുകൊണ്ട് ഈ വെളുത്ത് ഇരിക്കുന്ന സാധനം. ഇത് നമ്മൾ വെള്ളത്തിലിറങ്ങുമ്പോൾ നമ്മുടെ പുറകെ വന്നിട്ട് നമ്മളെ ഷോക്ക് അടുപ്പിച്ചിട്ട് പോകും ഗൈസ്. അങ്ങനത്തെ ഒരു പറട്ട സാധനമാണ് ഗൈസ്. ഇവിടെ ഒരു കല്ല് കിപ്പുണ്ട്. ഈ കല്ലെങ്കിലും പൊട്ടിക്കാൻ പറ്റിയാൽ മതി. പൊട്ടിക്കാൻ പറ്റുന്ന കല്ലാണോ നോക്കട്ടെ. നമുക്ക് വേണ്ട ആ കല്ലെല്ലാം പോയി പൊട്ടിക്കും. ഇവിടെ ബേസിടെ പൊക്കത്ത് മരം. ഇത് കൊള്ളാം ഗൈസ്. രാത്രിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും പെട്ടെന്ന് നമ്മൾ മിഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാം ചെയ്യുന്ന ഗൈസ്. കണ്ടോ പ്ലിൻ്റ് കിട്ടുന്നുണ്ടോ? ഈ ഒരു സാധനം, ഈ കൂന്തിക്കുന്ന ഈ സാധനം വെച്ച് വെട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലിൻ്റ് കൂടുതൽ കിട്ടും. അതേസമയം നമ്മളിനി ഉണ്ടാക്കാൻ പോകുന്ന ഒരു ടൂള് വെച്ചാണ് നിങ്ങൾ ഈ സംഭവമൊക്കെ ചെയ്യുന്നതെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഏതാണ്ട് ഈ ഒരു ആക്സ് ഇതാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. നമുക്ക് ഏതാണ്ട് ഈ തീപ്പന്തം എടുത്തോ കേട്ടോ, ആവശ്യം വരും. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇത് സന്ധ്യ ആവുന്നതിന് മുമ്പ് എവിടെയെങ്കിലും പ്ലേസ് ചെയ്യണം. ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ പ്ലേസ് ചെയ്തു. ഇനി നിങ്ങളത് തുറക്കണം. എനിക്ക് അതിൻ്റെ അടുത്തോട്ട് പോയി നിൽക്കണം. അതിങ്ങനെ പച്ച കാണിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ അതിൻ്റെ ഇൻവെൻട്രി ഇവിടെ കാണിക്കും. അതിൻ്റെ ഇൻവെൻട്രിയിലോട്ട് ഒരു ഇത് വേണ്ട, എൻ്റെ വുഡ് കുറവാണ്. പിന്നെ താച്ചിട്ട് കൊടുക്കുക. കുറച്ച് താച്ചിട്ട് കൊടുക്കുക. ഞാനൊരു 15 താച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് പോകാം ഗൈസ്, പെട്ടെന്ന് പോകാം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻവെൻട്രിയുടെ അകത്തുനിന്ന് നിങ്ങൾക്കിപ്പോൾ അൺലോക്കായ ഓരോ കാര്യങ്ങളൊക്കെ ഇല്ലേ, നിങ്ങളിപ്പോൾ ഉണ്ടാക്കി തരുമെന്നൊക്കെ, അതൊക്കെ എടുക്കുക. ഇതൊക്കെ എടുത്തിട്ട് നേരെ ഇങ്ങോട്ട് വരിക. അയ്യോ, ഇങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല കേട്ടോ. കാരണം നമുക്ക് ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ എന്തെങ്കിലും ജീവനെയൊക്കെ തല്ലിക്കൊല്ലണം. ഇവിടെ ഒരു ജീവനും കാണാനില്ല. പെട്ടെന്ന് അയ്യോ അതന്നെ ഈ സൗണ്ടിൽ സാധനത്തിനെ കാണുന്നു. അയ്യോ അയ്യോ ഗൈസ്, ആമയൊക്കെ നമ്മളെ തല്ലിക്കൊല്ലും. ആമനെ അടിക്കാൻ പോയി കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും ഞാൻ ആ ഫുഡുള്ള സ്ഥലം കണ്ടായിരുന്നു. അവിടെ ഞാൻ ക്യാമ്പ് അടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ സൈലോട്ടാക്കിയെന്നുള്ളൂ. അവിടെ കല്ല് കിട്ടും. അയ്യോ, ഞാൻ പേടിച്ചു പോയി. ഇതാണ്ട് വലിയതാണ് എടുക്കാമെന്ന് വിചാരിച്ചു. അതാണ്ട് ഗൈസ്, നിങ്ങൾക്ക് ഫുഡ് അടിക്കണം. എൻ്റെ ഇവനെ കൊന്നാൽ മതി ഗൈസ്. അയ്യോ, ഈ സാധനം അല്ലോട്ട് ഇതല്ലേ
ഞാൻ കൊല്ലാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചാവും. പോരാത്തിന് 11 ലെവല്. നിങ്ങളെ കൊന്ന് കൊല വിളിക്കരുത്. ഇത് 24 ലെവൽ. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് നല്ലോണം ഫുഡ് കിട്ടണമെങ്കിൽ ഇതിനെ ഉറക്കണം. ഉറക്കിയിട്ട് അയ്യോ ഗൈസ്, അതിൻ്റെ അടി ഇട്ടത് എന്നാ കുറച്ചുമ്പോ പോയ ട്രൈക്കൊക്കെ ഇടയ്ക്ക് കയറി വരും. നമ്മളിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി വന്നിട്ട് അമ്മമാരടി മേടിക്കും. എന്നിട്ട് നമ്മൾ അതിനെ അടിച്ചാന്ന് പറഞ്ഞ് ശിവൻ ഇച്ചിരി മുടയോ കേട്ടോ. അപ്പം നമ്മളെ പുറകെ ഫോളോ ചെയ്തോന്നടിക്കും. എന്തായാലും നമുക്ക് കുറച്ച് ഫുഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം. വീടല്ല, നമ്മുടെ ക്യാമ്പ് ഫയറിലോട്ട് പോവാം. നമ്മുടെ ലൈറ്റ് യുവർ ക്യാമ്പ് ഫയർ എന്ന് കാണിക്കുന്നുണ്ട്. നമുക്ക് ഫുഡ് ഇട്ട് ലൈറ്റ് ക്യാമ്പ് ഫയർ ലൈറ്റ് ചെയ്യും. നമ്മൾ ഡോഡോനെ ഇപ്പം തന്നെ അതിനെ കണ്ടുപിടിക്കാൻ കഴിയൂ. ക്യാമ്പ് ഫയർ ലൈറ്റ് ചെയ്തിട്ട് ഡോഡോനെ കൊല്ലണമായിരുന്നു. അയ്യോ, വെറുതെ ഇനി ഒന്നുകൂടെ പോകേണ്ട വരുമല്ലോ. ഇന്നത്തെ നൈറ്റ് ഇവിടെ ഇങ്ങനെ പാടി ഉറക്കാം. പാടി ഉറക്കൂ സഖി. കണ്ടോ, സ്റ്റാമിന തീരുന്ന കണ്ടോ. അപ്പം ഞങ്ങളൊരു ചെക്കൻ നടക്കത്തുള്ളൂ കണ്ടോ. അയ്യോ, ബൈ ഞാൻ എവിടെയാണ്? അയ്യോ, നാണ്ട ഐസ് വെള്ളം തീർന്നെന്ന് കാണിക്കുന്നുണ്ട്. വെള്ളം തീർത്തെ നമുക്ക് കാണിച്ചിരിക്കുന്നത്. അത് കണ്ണുകളും പാട്. ഇവിടെ ഇതെല്ലാം ഒന്നും ഒരുപോലെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഐസ് കിട്ടി. എന്തായാലും നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് നമ്മുടെ ഡോഡോയുടെ ഫുഡ് ഇടുന്നതിന് മുമ്പ് ലൈറ്റ് ഫയർ കൊടുത്ത് നോക്കാം. ഇനി നമുക്ക് ഡോഡോയുടെ ഫുഡും കാര്യങ്ങളും ഇതിൻ്റെ അകത്തോട്ട് എടുത്തിട്ട് കൊടുക്കാം. 4 ബാക്കി 4 ഹൈഡും കിട്ടി. ഓക്കെ ഗായ്സ്, അപ്പം നിങ്ങളുടെ ലെവലപ്പും കാര്യങ്ങളും ഇപ്പം നടന്നേക്കുവാണ്. അല്ലല്ല, എൻ്റെ നിങ്ങളുടെ അല്ല, എൻ്റെ. പിന്നെ എനിക്കിപ്പം വേറെ ഇനി ചെയ്യേണ്ടത് നമ്മുടെ ഡാമേജ് കുറച്ച് കൂട്ടണം. ഡാമേജ് കുറച്ച് കൂട്ടി കൊടുക്കാം. അപ്പം ഡാമേജ് അത്യാവശ്യമാണ്. ശരിക്കും പറഞ്ഞാൽ വെയിറ്റാണ് കൂട്ടേണ്ടത്. ഞാൻ പിന്നെ ഒന്ന് ഡാമേജ് കൂട്ടി കൊടുത്തെന്ന് പറയാം. നമുക്ക് ഇനി ഭാവി വരുന്നു. ഒരു ഏമ്പക്കം വന്നാൽ ആരും മൈൻഡാക്കണ്ട. ഈ സംഭവത്തില്ലേ, നിങ്ങൾ സ്പീറും അൺലോക്ക് ചെയ്യുക, താച്ച് ഫൗണ്ടേഷൻ അൺലോക്ക് ചെയ്യുക. ബാക്കിയൊക്കെ നമുക്ക് പിന്നെ അൺലോക്ക് ചെയ്യാം. ഇപ്പം നമ്മുടെ കയ്യിൽ അത് ഫുൾ അൺലോക്ക് ചെയ്യാനുള്ള ഇതില്ല, ഞാൻ പറഞ്ഞ പോലെ. പിന്നെ ഇവിടെ നമ്മൾ ബേസ് കെട്ടിയത് നന്നായി. കാരണം ഇവിടെ വരിക, വെള്ളം കുടിക്കുക, തിരിച്ച് ക്യാമ്പ് ഫയർ വരിക, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി നാവിഗേഷൻ ഫുഡ് ഇത് അത് പറഞ്ഞ പോലെ തന്നെ ഇത് ഡോഡോനെ കണ്ടുപിടിക്കാനുള്ള വഴിയാണ് ഗൈസ്. ഇവിടെ ഡോഡോ ഉണ്ട് കണ്ടു. ഈ ചലഞ്ച് മാത്രമേ ഇത് കിട്ടുള്ളൂ. അല്ലാത്തപ്പോൾ നിങ്ങൾ ഈ മാപ്പ് എടുത്തു കഴിഞ്ഞാൽ ഡോഡോനെ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇവരിപ്പം നമുക്ക് വേണ്ടി ഒരു മിഷൻ തന്നേക്കുന്നതാണ് ഡോഡോനെ കണ്ടുപിടിക്കാൻ. ഓക്കെ, ഇവിടെ എവിടെയോ ആയിട്ട് ഡോഡോ ഉണ്ട്. അത് മാത്രമേ എനിക്ക് മനസ്സിലായി. എവിടെയാണെന്ന് ഇവന്മാർ പറയുന്നില്ല. ഇവിടെ ഡോഡോ ഉണ്ട്. കിട്ടി. ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ഡോഡോ ഇല്ലെന്നോ. ഡോഡോ എവിടെ? ഡോഡോ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ഡോഡോനെ കാണാനില്ല. ഡോഡോനെ ആരാണ്ട് ഞാൻ വരുന്നതിന് മുമ്പ് കടത്തിക്കൊണ്ട് പോയി നിന്ന്. ഞാൻ പെട്ടെന്ന് ഡോഡോനെ കൊണ്ടിട്ട് പോകണം എനിക്ക്. കാരണം ഫുഡ് കുറവാണ്. ഡോഡോനെ കാണാനില്ല. സെർച്ച് നമ്മൾ പെട്ടു. ഞാൻ നിൽക്കുന്നത് ഡോഡോയുടെ അണ്ണാക്കിലാന്ന് തോന്നുന്നു. ബട്ട് ഡോഡോ മണ്ണിൻ്റെ അടിയിൽ പുതച്ച് പോയെന്ന് തോന്നുന്നു. ഡോഡോനെ കാണാനില്ല. ഡോഡോ ഉണ്ടെന്ന് പറഞ്ഞു. എന്തായാലും നമുക്ക് ഡോഡോനെ കൊണ്ടിട്ട് പോകാമായിരുന്നു. കൊല്ലാതെ പോകാൻ പറ്റത്തില്ല. പിന്നെ ഇങ്ങോട്ട് വരണ്ടേ. ഒറ്റൊരുത്തിനെ കണ്ടിട്ട് വേണ്ടേ. എല്ലാം ഏതോ മാളത്തേക്ക് വിളിച്ചിരിക്കുക. കോണ്ടിരുന്ന കിടക്കുന്നു പൈസ. അത് ഡേഞ്ചർ ഏരിയയാണ്. നമ്മൾ രാത്രി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ഡൈനോസ് നമ്മുടെ ഇവിടെയൊക്കെ സ്പോണാകും. ഉദാഹരണം കാറിന് ഏതാണ്ട് സ്പോണായതുപോലെ തോന്നി.
ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏതോ ഒരു ഡൈനോസർ സ്പോണാവും. നമ്മുടെ ഇവിടെ സ്പോണായിട്ടില്ല. എന്തോ നമ്മുടെ ഭാഗ്യം കാരണം. ഇവിടെ ഇല്ല നമ്മൾ ക്യാമ്പ് ഫയർ വെച്ചത്. ഇതൊരു ചെറിയൊരു പണിയാണ് ക്യാമ്പ് ഫയർ കണ്ടുപിടുത്തം. ക്യാമ്പ് ഫയർ കണ്ടുപിടുത്തം. ഇത് അകലെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുമായിരിക്കും. അടുത്ത് നോക്കിയിട്ട് കാണാൻ മേല, അപ്പോഴാണ് അകലെ പോകുന്നല്ലേ ഗൈസ്. ഇതാണോ എൻ്റെ ക്യാമ്പ് ഫയർ? എവിടെയൊന്നും കാണാനില്ല. കിട്ടി. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ക്യാമ്പ് ഫയറിൻ്റെ ഉള്ളിൽ കയറാം. ഗൈസ് നമ്മുടെ ഇവിടെ മീറ്റും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ മീറ്റും കാര്യങ്ങളും ഓൾ സ്റ്റാക്സ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഇതിലോട്ട് ഇടാൻ പറ്റും. നമ്മൾ ഇതിൽ നിന്ന് ഇറങ്ങുക, എന്നിട്ട് നമ്മുടെ സ്വന്തം ഇതെടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഇതെടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഇതിലിടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പെട്ടെന്ന് എടുത്ത് കഴിക്കാം. ഓക്കെ, ഫൈൻ ഡോഗ്, അതാണ് ഫസ്റ്റ് മിഷൻ വന്നേക്കുന്നത്. ഓരോനെ കണ്ടുപിടിക്കാം. എന്നാ കിട്ടിയത്? എന്തോ കിട്ടിയെന്നറിയാൻ പാട്ട്, എന്നാ കിട്ടിയെന്ന് എനിക്കറിയാൻ പറ്റും. ഗൈസ്, നമ്മുടെ തൊപ്പിയുടെ ബ്ലൂ പ്രിൻ്റ് ഇങ്ങനെ കിട്ടും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു പഴയ ഇതിലുള്ളതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇത് വന്നിട്ട് നമുക്ക് ഈ ഒരു തൊപ്പിയുടെ ഇതിൻ്റെയൊക്കെ ബ്ലൂ പ്രിൻ്റ് കിട്ടും. ഗൈസ്, ഇവിടെ തന്നെ വെച്ച് നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനം വന്നിട്ടുണ്ട്. വുഡും ഫൈബറും. ഇന്നത്തെ ദിവസത്തേക്ക് എനിക്ക് വുഡും ഫൈബറും രണ്ട് ഇവിടുന്ന് കിട്ടും. ഇതിൻ്റെ പുറകിലായിട്ട് വല്ലതും. ഗൈസ്, നല്ല കാലാവസ്ഥ കേട്ടോ. എന്തായാലും പണിയാണ്. കണ്ണ് കാണാൻ പറ്റത്തില്ല. ഇതിൻ്റെ അകത്തൊരു വലിയ പ്രശ്നമാണ്, കണ്ണ് കാണാൻ പറ്റത്തില്ല. എന്തായാലും ഗൈസ്, ഇന്ന് ഇത്രയൊക്കെ മതി. ചുമ്മാ കണ്ണ് കാണുന്നില്ല. ഇന്ന് നമ്മൾ പകലാകുമ്പം വീഡിയോ ഇടാം. അയ്യോ, അത് നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് ഇടാം. ബൈ നിങ്ങൾ ഈ വീഡിയോ ക്ഷമിച്ചിരുന്ന് കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ വർത്തമാനമൊക്കെ കേട്ട് സഹിച്ചിരുന്ന് കണ്ടുകൊണ്ടിരുന്നവർക്ക് നല്ലൊരു താങ്ക് യു ഞാൻ പറയുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. ടാറ്റ ബൈ. ഞാൻ മലയാളക്കോഴി.